Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ ഓരോ നല്ല യാത്രയ്ക്ക് പിന്നിലും ഓരോ സന്തോഷമുണ്ട്. ആ സന്തോഷം തരുന്ന കുറെ നല്ല മുഖങ്ങളുണ്ട്, അല്ലേ? അടുത്ത പള്ളി പെരുന്നാളിന് പുതിയത് വാങ്ങിക്കാം. 6 8 എന്ത്? അല്ല, പള്ളി പെരുന്നാളേ കൊറേ എണ്ണം കേട്ടത് കൊണ്ട് പറഞ്ഞതാ. കർത്താവ് മണി 8 ഇവൻ സ്കൂളിൽ പോകാതെ എന്താ പറഞ്ഞോണ്ടിരിക്കുക? ഇത് ക്രിക്കറ്റ് കമന്ററി ആലിസർത്തി. പണ്ട് ഇതുപോലെ ക്രിക്കറ്റ് ഭാഗം ഉണ്ടായിരുന്നവരാ ഇന്നത്തെ പല വലിയ കളിക്കാർ. ഓ പിന്നെ അവർക്കൊക്കെ കക്കൂസിൽ ഇതായിരുന്നല്ലോ പണി. നീ ഒന്ന് പോടാ. അമ്മച്ചി നോക്കിക്കോ, ഒരിക്കലും ഈ ലോകം അറിയുന്ന ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കും ഈ ആരോൺ. ആരോണെ എന്റെ ഒന്നും വാങ്ങിക്കാതെ വേഗം സ്കൂളിൽ പോവാൻ നോക്ക്. അയ്യോ മറന്നു. എന്ത്? അപ്പിട്ടില്ല. അടിച്ചു നിന്നെ ഞാൻ. അയ്യോ, അവിടെ ഒരുത്തനുണ്ട്. അതിനി എന്തായി കാണുവോ എന്റെ കർത്താവേ. அது நடந்து விட்டால் இந்த ஏழகர் வேதனைப்பட மாட்டா. നീ എന്താ ജെട്ടി ഇടാഞ്ഞേ? ഇന്നും മറന്നു. അല്ലെങ്കിൽ ഈ കേരളത്തിലാകുമ്പോഴായിരിക്കും എന്തിനാ ജെട്ടി. ആരോ വേഗം വാ. വരുന്നു. ഞാൻ ഇട്ട് തരാം. വേഗം വാടി. ഇതായിരുന്നു എന്റെ ലോകം. ഇന്നേ വരെ കർത്താവ് സഹായിക്കാത്ത അമ്മച്ചിയുടെ കർത്താവ് സഹായം കാറ്ററിംഗ് സെന്ററും ഉരുക്കി ഉരുക്കി ബോറടിച്ച ഉരുളികളും മൂക്കില് ബിരിയാണി ചെമ്പിന്റെ ആവിയും നിറഞ്ഞിരുന്ന എന്റെ കൊച്ചു ലോകം. ബോയ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് റെഡ്യൂസ് യുവർ ടമ്മീസ്. എല്ലാവരും മുട്ടുമടക്കാതെ കൈ പാദത്തിൽ തൊട്ടെ.
കമാൺ. നന്നായി തൊടേ, നന്നായി കുനിഞ്ഞു പോട്ടെ. ജോൺ സാറേ, ഇപ്പൊ പറഞ്ഞാൽ സാറിനൊന്ന് കാണിക്കാൻ പറ്റുമോ? വൈ നോട്ട്? ഒന്ന് കാണിച്ചു. ആ, എക്സസൈസ് ചെയ്താൽ മതി. കല്യാണം കമാൺ കമാൺ, എല്ലായിടത്തും വാ. എടാ മിട്ടു, നീ നോക്കിക്കോടാ, ഞാനൊരു ദിവസം കളിക്കും. നീ പന്ത് കണ്ടായിരുന്നോ? പന്തോ? ഞങ്ങളെ വിട്ടുപോയ അപ്പച്ചനാണ്, എന്റെ അമ്മച്ചിയാണ്, സെയിന്റ് ജോർജ് പുണ്യമാണ്. സത്യം ഞാൻ കണ്ടിട്ടില്ല. അതിനെന്തിനാണ് നീ ഇത്ര ആണയിടുന്നത്? സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ, എന്റെ അമ്മച്ചി പറഞ്ഞോണ്ടാ. അല്ലാതെ കർത്താവാണ്, പൊന്നും കുറിച്ചാണ്. മതി മതി മതി. അന്ന് മിട്ടു എനിക്ക് വേണ്ടി ഒളിപ്പിച്ച പന്ത് ചെറുതാണെങ്കിലും കയ്യിലേതാണ്ട് വെട്ടിപ്പിടിച്ച ഭൂമി കണക്കെയായിരുന്നു പുള്ളിയുടെ സന്തോഷം. ആ പന്തിന്റെ വില എത്രയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ആ പന്ത് കാരണം തല്ലിപ്പൊളിച്ച സാധനങ്ങളുടെ വില ഒരുപാടാണെന്ന് അമ്മച്ചിയുടെ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി. ഒരു സ്ക്വയർ കട്ട് ചെയ്തതാ. ബാക്കിയുള്ള അമ്മമാരായിരുന്നെങ്കിൽ ചിലപ്പോ തല്ലിക്കൊന്നേനെ. പക്ഷെ എന്റെ അമ്മച്ചി അങ്ങനെയല്ലായിരുന്നു. ജോൺ സാറേ, ഇവൻ എന്തിനോ കളിച്ചെന്നാ സെലക്ഷൻ കിട്ടിയെന്നൊക്കെ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്റെ ആലീസെ, അണ്ടർ 15 സെലക്ഷൻ കിട്ടാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നല്ല. നന്നായി കളിക്കുന്ന കുട്ടികൾക്ക് അതൊക്കെ കിട്ടൂ. അല്ലടാ, അമ്മച്ചി പറയാറുണ്ട്, ഉപ്പും മുളകും പാകത്തിന് ചേർക്കുന്ന പോലെയാ കർത്താവ് എല്ലാവരുടെയും ജീവിതത്തിൽ സുഖവും ദുഃഖവും ചേർത്തിരിക്കുന്നതെന്ന്. അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷത്തിനൊപ്പവും കർത്താവ് ചേർത്തു ഒരു നുള്ളു ദുഃഖം. അന്നു മുതൽ ചുവപ്പിനും പച്ചയ്ക്കും കാക്കയ്ക്കും മുയലിനും എല്ലാം ഒരേ നിറമായിരുന്നു. ചുരുക്കി പറഞ്ഞ നാട്ടിൽ അടച്ചുപൂട്ടിയ ഈസോപ്പെട്ടിന്റെ തിയേറ്റർ പോലെയായിരുന്നു പിന്നീടുള്ള എന്റെ അവസ്ഥ.
നന്നായി കളിക്കുന്നുണ്ടല്ലേ? നിന്റെ വേണം. ഓ ആലീസ, എത്ര നാൾ നിനക്ക് അവനെ ഇങ്ങനെ സഹായിക്കാൻ പറ്റും? നിന്റെ ശ്രദ്ധക്കുറവുകൊണ്ട് ഉള്ള ബിസിനസ് അവതാളത്തിലായില്ലേ? ഞാനൊരു കാര്യം പറയാം, അവന് ഏതെങ്കിലും ഒരു ബ്ലൈൻഡ് സ്കൂളിൽ ചേർന്നു. അതാ നല്ലത്. ഇല്ല ഫാദർ, ഞാൻ എന്റെ മോനെ മറ്റു കുട്ടികളെ പോലെ തന്നെ വളർത്തും. വേദനിച്ച് സ്കൂളിന്റെ പടിയിറങ്ങുമ്പോ ഇതൊക്കെ കണ്ട് വേദനിച്ച് മറ്റൊരാളുണ്ടായിരുന്നു. ലിസാൻഡിയുടെ മകൻ, എന്റെ എല്ലാമായ കസിൻ ഫ്രെഡി. എന്താ ടീച്ചറെ? എന്താ ഇത്? എന്റെ രാജിക്കത്ത. രാജിക്കത്തോ? ആരോണില്ലാത്ത സ്കൂളിൽ ഇനി ഞാനുമില്ല. കള്ളൻ. എന്നോടവൻ കാണിച്ച സ്നേഹം സ്കൂളിൽ പോകാതിരിക്കാനുള്ള അവന്റെ അടവാണെന്ന് ഞങ്ങൾക്ക് പിന്നീടാ മനസ്സിലായേ. രാജിക്കത്ത് കൊടുക്കാൻ നീ ആരാടാ? ആരാടാ നീ? ഇന്ത്യ പ്രധാനമന്ത്രിയോ? രാജിക്കത്ത് ഞാൻ പിൻവലിച്ചോളാം. രാജിക്കത്തും കൊടുത്തിട്ട് നിൽക്കുന്നു. പഠിപ്പിക്കാൻ വിട്ടാലേ 4 വർഷം പഠിക്കാൻ പോണോടാ. ഇനി പഠിക്കാൻ പോവോടാ? സ്കൂളിൽ പോവോന്ന് ഒന്നുകൂടെ പറയടാ. ലിസാൻഡ് ദേഷ്യം വരുമ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവന്റെ തലവട്ടം കണ്ട അന്നാ പട്ടാളത്തിലായിരുന്ന ഇവന്റെ പപ്പ വെടിയേറ്റ് മരിച്ചതെന്ന്. ഇതൊക്കെ എന്തോന്ന് എത്ര വായിക്കാൻ കിടക്കുന്നു. ചേട്ടാ, മോനെ വാ. ഇത് അമ്മച്ചി തന്നു വിട്ടത്. അമ്മച്ചി പറഞ്ഞ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോ ചേട്ടാ. വേണ്ട മോനെ, പിടിച്ചോ. അമ്മച്ചീന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ? അതെ പൊന്നെ. ഇനി അവന് നിന്റെ സഹായം ഒന്നും ആവശ്യമില്ല ആലിച്ചേ. അവൻ നല്ല മിടുക്കാൻ പയ്യനാ. അമ്മച്ചി, ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ക്രിക്കറ്റ് മാത്രം എന്താ കളിക്കാൻ പറ്റാത്തേ? ആരോണ പതിക്കിറങ്ങി. നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ലെന്ന് ആരടാ പറഞ്ഞേ? ആരോണേ, നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. ജോൺ സാർ എന്നെ കളിയാക്കുവാണല്ലേ? നിന്നെ പോലുള്ളവർക്ക് കളിക്കാവുന്ന ഒരു ക്രിക്കറ്റ് ഉണ്ട്. നമ്മളിപ്പോ നിൽക്കുന്നത് അങ്ങനെ ഒരിടത്ത്.
ഇതൊരു ബോളല്ലേ ജോൺ സാറേ? അതെ ആരാണ്? അതിന്റെ അകത്ത് എന്തൊരു ശബ്ദം വരുന്നത്? ഇത് കണ്ണു കാണാത്തവർക്ക് വേണ്ടിയുള്ള ക്രിക്കറ്റ് ബോളാണ്. ഈ ബോളിലെ ശബ്ദം കേട്ടാൽ ബ്ലൈൻഡ് ക്രിക്കറ്റേഴ്സ് ബോൾ തിരിച്ചറിയും. ആ ചേട്ടാ, ഇന്നത്തെ പത്രം കണ്ടായിരുന്നോ? ഇല്ല. ആറോന്റെ പടം നന്നായിരിക്കട്ടെ. പത്രത്തില് ഫോട്ടോ അവൻ ക്രിക്കറ്റ് കളിക്കുന്ന അവന്റെ പേരും പച്ചന്തി മോളിലുണ്ട്. കണ്ടോ? കണ്ടു. അവന്റെ ഫോട്ടോ ചേട്ടനോട് പറയണേ. ചേട്ടത്തി എന്തുവാ പത്രത്തില് ഇട്ടിച്ചാ കണ്ടോ? അയ്യോ അവന്റെ പേരും പടം ഉണ്ടല്ലോ ഇതില്. കൊള്ളാം. എന്തിയ പുള്ളി മോളിലുണ്ട്. എത്ര ദിവസത്തേക്കാ ചേട്ടായി ക്യാമ്പ്? 1 മാസത്തേക്കാടാ. അത് കഴിഞ്ഞാൽ ടൂർണമെന്റ് തുടങ്ങും. എന്താടാ ക്ലീറ്റസേ? ഈ ക്ലീറ്റസ് ചോദിക്കാ ചേട്ടായി സച്ചിനെ കണ്ട സച്ചിനോടൊരു കാര്യം ചോദിക്കുമെന്ന്. എന്താടാ ഓട്ടോഗ്രാഫാ? അത് വേണ്ട, സച്ചിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തോണ്ട് വന്നാ മതി. അതാവുമ്പോ ഞങ്ങൾക്ക് എപ്പോഴും കേൾക്കാലോ. സച്ചിന്റെ ശബ്ദം കണ്ട റെക്കോർഡ് ചെയ്തോണ്ടാ. അവനൊരു സ്വെറ്ററും കൂടെ വാങ്ങിക്കാം. ബാംഗ്ലൂരാ കളിക്കണ, നല്ല തണുപ്പുണ്ടാവും. പിന്നെ ബാംഗ്ലൂർ അങ്ങ് അമേരിക്കയിലല്ലേ? എന്റെ പൊന്നാലീസ, നീ ആവശ്യമില്ലാത്തതൊക്കെ മേടിച്ച് കാശ് കളയല്ലേ. അവന് യാത്രാ ചെലവിനൊക്കെ കാശ് വേണ്ടതല്ലേ? അയ്യോ, മണി 11 4 മണിക്ക് അവന്റെ ട്രെയിൻ. ഇതും കൂടി ഇരിക്കട്ടെ. അമ്മച്ചി എത്തറയാ? വരണം മോനെ. ശരി. അവൻ വെപ്രാളം പിടിച്ചിരിക്കുക. എല്ലാം കെട്ടിപ്പറക്കി നമ്മളെ കാത്തിരിക്കാ ചെക്കൻ. വെപ്രാളത്തിന്റെ കാര്യം നീ ഒട്ടും മോശമൊന്നും അല്ലല്ലോ. ആരോ അത് കൊള്ളാം. ഇറങ്ങുന്നില്ലേ അലിസേ? നീ ബാഗ് പിടിച്ചാ മതി. അലിസേ, അലിസേ, അലിസേ. എന്താ അമ്മച്ചി? അമ്മച്ചി അലിസേഞ്ചി അലിസേഞ്ചി അങ്ങനെ എന്റെ സ്വപ്നങ്ങൾ എന്നെക്കാളേറെ കണ്ട അമ്മച്ചി പോയതോടുകൂടി ക്യാമ്പ് എന്ന സ്വപ്നം അന്ന് ഞാൻ തൽക്കാലം ഉപേക്ഷിച്ചിരുന്നു. ചേട്ടാ സമയത്രേ? 7:10. ചേട്ടൻ എങ്ങോട്ട് പോനാ? ചെന്നൈക്കാ. ചെന്നൈക്കുള്ള ബസ് വരുന്നു അപ്പുറത്താ? അപ്പുറത്താ.
ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, താങ്ക് യു. എക്സ്ക്യൂസ് മീ, ഇതെന്റെ സീറ്റാ. ഹലോ, ഇതൊന്ന് മാറ്റി വെക്കോ? ഇരിക്കണ്ടേ? ഇതൊന്നും മേളിലേക്ക് വെച്ചോ. എന്നതാ കൊച്ചാ ഇത്? കണ്ണു കണ്ടുകൂടെ? സോറി സോറി. എന്നാ സോറി? ഓരോന്ന് രാവിലെ ഇറങ്ങിക്കോളും കുറ്റിയും പറിച്ചോണ്ട്. ഐ ആം സോറി. ഇംഗ്ലീഷിൽ ഓരോ വാക്ക് കണ്ടുപിടിച്ചോണ്ട് ഉപയോഗിക്കാവില്ല. എന്തിനാ പുള്ളി പെണ്ണുണ്ടാക്കണേ? അത് വേണമെങ്കിൽ ഇവിടെ തന്നെ വെക്കാം കേട്ടോ. നോ, ദാറ്റ്സ് ഓക്കേ. കൊച്ചേ, ഓക്കെ ആണോ? ഐ ആം സോറി. എന്തിന്? ഞങ്ങളുടെ ചെന്നൈക്കാ? ഞാനും ചെന്നൈയിലേക്കാ. ഓക്കെ. ഐ ആം സിയ. ഓ, സിയ. ആരോ? മനുഷ്യനറിയാത്തതായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് അവൻ ആദ്യമായി കണ്ട കാഴ്ച, പിന്നീട് അവൻ അവസാനമായിട്ട് കണ്ട കാഴ്ച. രണ്ടിനിടയിൽ ചിരിച്ചും കരഞ്ഞും കടന്നു പോകുന്ന ഒത്തിരി ഒത്തിരി കഥാപാത്രങ്ങളാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിൽ അച്ഛൻ പറഞ്ഞു തന്നതാണ്. ഇനി പരിചയപ്പെടുന്ന ഗോപികൃഷ്ണനും അത്തരം ഒരു കഥാപാത്രമാണ്. അതെ, ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറിയത് ഗാന്ധിതാക്കൊന്ന് ചാൻ വേണ്ടിട്ടല്ലേ. വണ്ടി നിർത്തണ. അതെ, സാറും ചുമ്മാതിരി. എന്നാ ജയനെ കയറ്റിവിട്ട സീമയുടെ മാനം പോക്കാം. പോലീസ് വിളിക്കും. അതിന്റെ ആവശ്യമില്ല സാറേ, ഞാൻ പറയുന്നത് കേക്ക് സാറേ. വേണ്ട സാറേ, സാറ് ഫോൺ കൊടുക്കില്ലേ? വെറുതെ പോലീസിനെ വിളിച്ചാൽ പ്രശ്നവും സാർ. അതെ, പറയുന്നത് കേൾക്ക്. ഈ വിളിക്കരുത്, വിളിച്ച പ്രശ്നവും സാറേ. അലോൺ, എടോ ഞാൻ കർത്താവാ. താൻ എവിടുത്തെ സൂപ്പർവൈസർ ആണോ? അങ്ങനെയൊന്നുമില്ല. ഈ വളഞ്ഞമ്പലം വരെയുള്ള കളക്ഷനെ ഞാൻ നോക്കുന്നുള്ളൂ. ബാക്കി നോക്കുന്ന പീതാംബരനാ. താൻ എന്തുവാടോ ഈ പറയുന്നേ? ഞങ്ങൾ എത്ര നേരമായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുമെന്നറിയോ? ഞാൻ ജനിച്ച അന്ന് പോലെ കർത്താവിനെ വെയിറ്റ് ചെയ്തിരിക്കുക. എടോ, ആ ഓഡിറ്ററെ കാണിക്കാനുള്ള ബ്ലൂ ഫയൽ തന്റെ കയ്യിലാ. എന്റെ കയ്യിൽ ഇതിലില്ല. ഒന്ന് വണ്ടി എടുത്തിക്കേ, വണ്ടി എടുത്തേ.
ഒന്ന് ഇറങ്ങി പോടെ വിശേഷം ഓരോന്നും ഇറങ്ങും കാലത്തെ. പൊതുതരത്തിലോടുന്ന വണ്ടിയിൽ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള ഓരോ പൗരന്റെ അവകാശം. അത് നിനക്കറിയാം. തീർച്ചയായിട്ടും യാത്ര ചെയ്യണമെങ്കിൽ വരെ ടാക്സി വിളിച്ചു പോകും. പോലീസും പട്ടാളവും കേട്ടെന്ന് ഞാൻ നോക്കട്ടെ. നിയമമുണ്ടാവുമല്ലോ. എന്റെ ബാഗ് എനിക്ക് പോയി. പുള്ളിക്കാരൻ അങ്ങനെയായിരുന്നു. കൺമുമ്പിൽ കാണുന്ന തെറ്റുകൾക്കൊക്കെ പ്രതികരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല പല വേഷങ്ങളും കെട്ടേണ്ടി വന്നിട്ടുണ്ട് മൂപ്പർക്ക്. ഹലോ, നാരായണൻ ഫ്രൈഡ് ചിക്കൻ. ചേട്ടാ, നാരായണൻ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞ വിലകളല്ലേ? NFC അത്രേ ഉള്ളൂ. നുണ പറയുന്ന എന്നെ കിട്ടൊന്നുമില്ല. ഉള്ളതുള്ള പോലെ പറയും, അതാ ശീലം. ഹലോ, നാരായണൻ ഫ്രൈഡ് ചിക്കൻ പറയൂ സാർ. Shane Warne has been gradually improving in this series. That ball curving a long way, then right out of the rough. ഏത് കയറി തല്ലിപ്പൊളി കളിയും വെച്ചോണ്ടിരിക്കാതെ വല്ല ന്യൂസ് ചാനലും കാണും. മിനിമം ജനറൽ നോളജെങ്കിലും കൂടും. അച്ഛാ, എനിക്കറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കോ, യഥാർത്ഥത്തിൽ അച്ഛന്റെ ജോലി എന്താ? കേരള യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് ടീം കോച്ച് തന്നെയല്ലേ? നിനക്കിപ്പോ എന്തൊരു സംശയം? അല്ല, ക്രിക്കറ്റ് തല്ലിപ്പൊളി എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് കോച്ച് അച്ഛനായിരിക്കും. അതുകൊണ്ട് ചോദിച്ചതാ. നീ പോയി കഴിക്കാൻ എടുത്തു നോക്ക്. This is the one you'll remember the capping dismissal. ഇതിനിടയ്ക്ക് ഫ്രെഡിയുടെ കാര്യം പറയാൻ മറന്നു. അവനിപ്പോ പഴയ ഫ്രെഡി ഒന്നുമല്ല, അറിയപ്പെടുന്ന ഭയങ്കര വലിയൊരു നടനാ. എല്ലാം കഴിഞ്ഞല്ലേ ഷിഫ്റ്റ്? അപ്പം മരിച്ചാലും ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നട്ടാ. ഞാൻ ഒരു ലൈക്ക് ഇട്ടുണ്ടായി. കണ്ടായിരുന്ന? ഓ പിന്നെ ഇവിടേക്കേ രാവണം വന്ന് കിഡ്നാപ്പ് ചെയ്തതിന് മുമ്പ് നമ്മ എന്നോട് ഹെൽപ്പ് ചെയ്യാം. ബ്രദർ, ഒരു പോകന്നേ ബ്രോ. വലിച്ചു തീർക്കരട്ടാ. ഒരു ഫോട്ടോ എടുത്തട്ടെ, ഒറ്റ ഫോട്ടോ. ഒരു മിനിറ്റ്, ഒന്നടുത്തുന്ന പിടി. ഒരു മിനിറ്റ്. ഈ തലത്തിൽ പൊക്കെ തലക്കിലെ ലേശം കൂടുതലാ. ഒഞ്ചിരിക്കും മച്ചാനെ. സൗണ്ട് വേണ്ട, അക്ഷം മതി. പൊളിച്ചി. അല്ല സോറി സാറാമ്മേ, ഒരു മിനിറ്റ്. ഞാനൊരു കാര്യം ചോദിച്ചാ തരുമോ? എന്താ? ഇത്ര മട്ട വന്ന എനിക്ക് വേണ്ടി അമ്മച്ചി ജീവിച്ചപ്പോഴൊക്കെ ലാഭം ഉണ്ടാക്കിയത് പലിശക്കാരൻ മത്തായി ചേട്ടനായിരുന്നു. അങ്ങനെ ക്രിക്കറ്റ് ക്യാമ്പ് സ്വപ്നം കണ്ടിരുന്ന ഞാൻ എത്തിപ്പെട്ടത് ഈസോപ്പേട്ടന്റെ ഈ ക്യാമ്പിലായിരുന്നു. 3 അല്ലേ ചേട്ടാ? ഒരു ചിക്കൻ ബിരിയാണി പാഴ്സൽ. ആരോടെ ഒരു CB? റെഡി. ആരോടെ 2 ചായ കൂടെ? അതെ, കഷ്ണം എടുക്കുമ്പോ കുറച്ച് വലുത് നോക്കി എടുക്കാൻ പറയണേ. കണ്ണാണാൻ പാടില്ലാത്ത ആളെ ഇതിന്റെ പേര് പറയാ. അവനാ ചെമ്പ് പൊളിക്കുമ്പോ അറിയാം കോഴിയുടെ കാലെവിടെ കിടക്കണേ, കരലെവിടെ കിടക്കണേന്ന്. രാമേന്ദ്രൻ ഗ്ലാസ് 1 16 രൂപ ആവിയായി. ആരോന്റെ പേരിലും ഉണ്ടല്ലോ ഒരു നീണ്ട ലിസ്റ്റ്. കണ്ണു കാണാൻ പാടില്ലാത്ത ആ പാവത്തിനോടും ഇത് വേണോ ഈസേപ്പെട്ട? ബെസ്റ്റ്. ഇതൊന്നും അവൻ തല്ലി പൊട്ടിച്ചല്ല, അവന്റെ കയ്യിൽ നിന്ന് ഒരു സ്പൂൺ പോലും വീണ്ട ഞങ്ങളാരും കണ്ടിട്ടില്ല. പിന്നെ ഇതൊക്കെ ആര് പൊട്ടിച്ചതാ?
മനസ്സിലായല്ല. എന്തോന്നടാ കൊടിച്ചപ്പെട്ടി കരയണ പോലെ മര്യാദയ്ക്ക് അരിയേ. ഓ കല്ലിന് വേദനെടുക്കില്ലടാ, അരക്കട വേഗം. പൊട്ടിയ ബൾബിന്റെ കാശ് മുതലാക്കിയിട്ട് ഞാൻ എല്ലാത്തിനും വിടുള്ളൂ. മര്യാദയ്ക്ക് പണിയെടുത്തോടാ. ഡെയിലി പൊട്ടിക്ക്. അപ്പൊ നിന്നൊക്കെ സ്ഥിരം പണിക്കാരായിട്ട് എടുത്തോളാം. അവര് വെറുതെ വിട്ടേക്ക്, പിള്ളേരല്ലേ. അവര് പൊട്ടിച്ച ബൾബിന്റെ കാശ് ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നേക്കാം. എടാ മക്കളെ, പ്രാഞ്ചി എന്തോ നിങ്ങൾ പോക്കോ, ഞാൻ കൊടുത്തോളാം. ചേട്ടാ ഇസപ്പേട്ടോ, ഈ കട മുടിഞ്ഞു പോട്ടെ. കേട്ടല്ലോ ഈച്ചപ്പേട്ട സൂക്ഷിച്ചേട്ടാ. എല്ലാം കഴിയുമ്പോ അവൻ പറയും ഒന്നും കണ്ടില്ല. അവസാനം പെടുന്നത് ഈച്ചപ്പേട്ടനായിരിക്കും. അത് കൊള്ളാട്ടെ രാമേന്ദ്രൻ ചേട്ടാ. അന്ന് പ്രാഞ്ചിയെയും കൂട്ടുകാരെയും ഞാൻ രക്ഷിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. പണ്ട് പ്രാഞ്ചിയെ പോലെ ഇതേ ഗ്രൗണ്ടിൽ കളിച്ചിരുന്ന ഒരു പഴയ ആരോണുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ ഇന്ന് ക്രിക്കറ്റും ഞാനും തമ്മിലുള്ള ബന്ധം ഈസോപ്പേട്ടൻ എഴുതിക്കൂട്ടിയ ആ പൊട്ടിയ സാധനങ്ങളുടെ ലിസ്റ്റുമായിട്ട് മാത്രമായിരുന്നു. അതെ, ഇത് കോടതിയല്ല ഓർഡർ ഇടാൻ. ഇവിടെ എങ്ങും ആരുമില്ല, എല്ലാവരും ഡെലിവറിക്ക് പോയിരിക്കും. കസ്റ്റമറിന്റെ ചീത്തയെ കണ്ടെങ്കിൽ വേഗം കൊണ്ട് കൊടുക്കാൻ നോക്ക്. ഡെലിവറിക്ക് പോകുമ്പോ യൂണിഫോം ഓർഡർ എന്നാ നാരായണ സാറിന്റെ റൂൾ. ഇത് നമ്മുടെ അപർണയുടെ അച്ഛനല്ലേ? അതെ. ഇതെന്താ ഈ വേഷത്തില്? മാം, ഒരു ഡെലിവറി ബോയ് വന്നിട്ടുണ്ട്. ശരി. ചെല്. ഇനി ഉണ്ടായിരുന്നില്ല, മുകളിലേക്ക് പോയിരുന്നില്ല തെണ്ടിക്ക്. മുമ്പ് How much? I said how much? ബില്ല് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യാൻ അറിയില്ലേ? പിന്നെ ബിഹേവ് ഈ 10 കാലം ചവിട്ടിക്കേറി വന്നിട്ടല്ലേ ബിഹേവ് ഉണ്ടാക്കുന്നത്. ബില്ല് നോക്കി കാശെടുക്കാമായി. അമ്മായിയോ? ഇച്ചായാ? എന്നാടി ഇയാളോ? ഗോപി അതിരിക്കട്ടെ, താനിപ്പോ എന്ത് ചെയ്യുന്നു? കണ്ടില്ലേ, ഇത് തന്നെ അണ്ടർ 20 സൗത്ത് ടീം കോച്ച്. പിള്ളേരുടെ ഒരു അവസ്ഥ. 1988 കേരള രഞ്ജി ടീമിന്റെ ബെസ്റ്റ് ഓപ്പണിംഗ് ബൌളർ. 2000 സെലക്ഷൻ കമ്മിറ്റി മെമ്പർ. വർഷങ്ങൾ കഴിഞ്ഞ് തന്നെ ഇപ്പൊ കാണുമ്പോ ഇങ്ങനെ ഒരു ഗെറ്റപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭൂമിയില് റൂൾസും റെഗുലേഷൻസും ഒന്നുമില്ലാത്ത ഒറ്റ ഗെയിമേ ഉള്ളൂ. അത് ജീവിതം. ആരെത്ര റൺസ് എടുക്കും, എപ്പോ ഔട്ടാവുന്ന ആർക്കും പറയാൻ പറ്റില്ല. തേങ്ങാക്കൊല. പണ്ട് മുതൽക്ക് എന്ത് പറഞ്ഞാലും തന്റെ ഒടുക്കത്തെ ഒരു ഫിലോസഫി അടിയുണ്ട്. കേൾക്കുമ്പോ എനിക്ക് ചൊറിഞ്ഞുവന്നുണ്ട്. ഞാൻ എന്റെ സത്യാവസ്ഥ പറഞ്ഞേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ തനിക്കും അറിയാവുന്നല്ലേ. അന്ന് കഴിഞ്ഞതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ കൺമുമ്പിൽ നിൽക്കും. ഇതിനാണ് എസ്കേപ്പിസ് എന്ന് പറയുന്നത്. എടോ, ജീവിതത്തോടുള്ള തന്റെ ചിന്താഗതി മാറണം. എടാ, നീ വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു ക്ലബിൽ 4-5 പിള്ളേർക്ക് കോച്ചിങ് എടുത്തുകൂടെ? ഇഷ്ടം പോലെ കാശും കിട്ടും. ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതൊന്നും ശരിയാവില്ല. വേണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഒരിക്കലും സലാം പറഞ്ഞ കളിയാണ്. പിന്നെ എനിക്കിത് വഴങ്ങില്ല. താൻ വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിക്കുക. ഗുഡ്.
നമ്മുടെ പിള്ളേര് പിന്നെയും തോറ്റടാരം. അത് സാരല്ല ചേട്ടാ, അവരടുത്ത പ്രാവശ്യം ജയിച്ചു. പിന്നെ തോക്കണൊക്കെ നല്ലതല്ലേ, തോക്കുമ്പോഴല്ലേ നമ്മള് നമ്മുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കണം. ഹാസ്ത്രമൊക്കെ കൊള്ളാം. അതിന് ബദൂരികൾ എന്താണ് ജയിച്ചിട്ടുള്ളത്? ഈ മാർക്കൊക്കെ വിന്നേഴ്സ് പേരിട്ടവനെ വേണം ആദ്യം തല്ല. പണ്ടൊക്കെ വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റു ടീമുകൾക്കൊക്കെ പേടിയായിരുന്നു. ഇപ്പൊ ടീമിൽ കളിക്കാനും ആരുമില്ല. കളിക്കണ പിള്ളേരാച്ചാ ഒരു കളി പോലും ജയിക്കുന്നില്ല. അതൊക്കെ ശരിയാവും ചേട്ടാ, എല്ലാം ശരിയാവും. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ബ്രാഞ്ചേ പിന്നെ മതി, ഓവറാക്കല്ലേ. ഞാൻ മാത്രം വിചാരിച്ചാ മതിയാ, ബാക്കിയുള്ള പതൂരി പടങ്ങളോട് എന്നെ പോലെ കളിക്കണ്ടേ. അത് കട്ടട ബ്രാഞ്ച്. നീ എത്ര അടിച്ചടാ? ഞാൻ ക്ലീൻ ബൗൾ. അതെന്തായാലും നന്നായി. ഒന്ന് പോളെ ചെക്ക് അവിടെ വേറെ വല്ല പണിക്കുമ്പോളാ. റാഞ്ചിയെ, ആരാടാ നമുക്ക് വേണ്ടിട്ട് ബൗളിംഗ് ഓപ്പൺ ചെയ്യാറില്ല? അത് മറ്റേ ആ കപ്പലിന്റെ മുക്കിലുള്ള ഊള സുരേഷ്. അവൻ പേസ് ബോളർ അല്ലടാ? പേസ് ഒക്കെയാണ്, പിന്നെ ബാറ്റ്സ്മാൻ അടിച്ച് പെരപ്പുറം കയറ്റുമ്പോ പിന്നെ ആയിക്കോളും. നമ്മുടെ ടീമിൽ എത്ര പേരാടാ ബോൾ ചെയ്യാനുള്ള? അതൊന്നും പറയാൻ പറ്റൂല. ജെട്ടിയില് ബോട്ട് കറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ 4 പേരുണ്ടാവും. ഇല്ലേ കണക്കാണ്. പൊളിച്ച് നല്ല ബെസ്റ്റ് ടീം. ആരാടാ കേട്ടാ? ആഞ്ജനേയ, ആഞ്ജനേയ രക്ഷിക്കണേ. മച്ചാനെ, അമ്മച്ചി നിങ്ങളുടെ ഫാനാണെന്നുണ്ടാ? അതിനോടാ ബ്രാഞ്ച്, അല്ലെങ്കിൽ ഫാൻസ് അമ്മച്ചേരെ കൊണ്ട് വല്ലാത്ത ശല്യമാണ്. അമ്മച്ചി വെറുതെ അറിയാനാണ് പെമ്മക്കളൊന്നും കൊണ്ടാണ് ശാപം. ബ്രോ പിന്നെ ഹനുമാന്റെ വേഷം ചെയ്യണോണ്ട് മേക്കപ്പ് ഇല്ലാണ്ട് എവിടെ പോയാലും തിരിച്ചറിയില്ല. അതെ, ആദ്യം നിന്റെ അപ്പനാണ് അഭിനയിക്കാൻ വേണ്ടി വിളിച്ചത്. പുള്ളിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി വിളിച്ചത് കേട്ടാ. ബ്ലഡി ഫെയിലിയേഴ്സ്. എന്റെ അപ്പനാണ് ആ വേഷം ചെയ്തിരുന്നെങ്കിൽ ഹനുമാൻ ചീത്തപ്പേരെങ്കിലും ഉണ്ടാവില്ല. ബ്രോ, അങ്ങോട്ടുള്ള സിഗ്നലിൽ കത്തൂലാന്ന്. ഡെയിലി പോണോണ്ട് എനിക്ക് ബൈഹാട്ടാണ്. മച്ചാനെ വണ്ടി വിട്. റാഞ്ചി എന്നാ അടുത്ത മാച്ച്? അത് മറ്റന്നാ. എന്താ അനുഗമിച്ചാലും പ്രഭു, അനുഗമിച്ചാലും സീതാമാതാവിനെ നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യും പ്രഭു. ഈ സീൻ അഭിനയിക്കുമ്പില്ലേ എന്റെ മനസ്സിൽ മറ്റേ കിരീടത്തിന്റെ ക്ലൈമാക്സ് ആയിരുന്നു. ഞാൻ ലാലേട്ടന്റെ ക്യാരക്ടറിനെ അങ്ങനെ നവായിച്ചാണ് സീൻ ചെയ്തത്. കടകടാ. പക്ഷെ നിന്റെ അഭിനയെ ചത്ത ശവമായിട്ട് കിടക്കുന്ന കീരിക്കാടിന്റെ കൂട്ടാ തോന്നി. ലുക്കമ്മച്ചി, ഐ ആം നോട്ട് ആക്ടിങ്. ഞാനേ ഹനുമാനായിട്ട് ജീവിക്കണായിരുന്നു. അത് നീ ജനിച്ചപ്പോ തന്നെ എനിക്ക് തോന്നി തുടങ്ങി. അത് ശരിയാണ്. അമ്മച്ചിനെ വാർത്ത വെച്ചേക്കണ പോലെയാണ് ഞാനാണ് ഈ കോളനിക്കാരി മൊത്തം പറഞ്ഞത്. മര്യാദയ്ക്ക് വന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാൻ നോക്കും. കുരുത്തക്കേട് പറഞ്ഞോണ്ടിരിക്കാം. ഉത്തരം മുട്ടി. അപ്പൊ യുദ്ധത്തിൽ മരിച്ചു നന്നായി. പ്രതി സാധനത്തിന് സഹിക്കണ്ടല്ലോ. എന്തായാലും പടി കുറെ നേരം കൂടുതലും കുറക്കലൊക്കെ അയാൾ ചെയ്യണം. നിനക്ക് പ്രാഞ്ചിയുടെ ടീം എന്തുകൊണ്ട് ജയിക്കാത്തെന്നറിയോ? അത് അവളുകൾക്ക് വരെ കളിക്കറിയാൻ വളർത്തുണ്ട്. അതുകൊണ്ടൊന്നും അല്ലടാ. നമ്മുടെ പ്രാഞ്ചിയും സൈമണും സുരേഷും എറിയണത് പേസ, ആകെ സ്പിന്നർ ചെയ്യണത് ആ ജാഫർ. നമ്മളിങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവൻ വണ്ടിയിലിരുന്ന് പറഞ്ഞില്ലേ ആ സിഗ്നൽ ലൈറ്റ് കത്തണലാന്ന്. അതെന്തുകൊണ്ടാന്ന് നിനക്കറിയോ? ആ സിഗ്നൽ ലൈറ്റ് അവന് ശീലമായതുകൊണ്ടാണ്. എന്ന് പറയണ പോലെ നമ്മൾ ബൗൾ ചെയ്യണ കോമ്പിനേഷൻ ഓപ്പോസിറ്റ് ടീമിന് ശീലമാണടാ. സുരേഷ് എറിയണത് എങ്ങനെയാണ്, നമ്മുടെ പ്രാഞ്ചിയുടെ ലൈനും ലെങ്ത്തും എന്തായിരിക്കും, അങ്ങനെ എല്ലാവർക്കും അറിയാം. നമുക്ക് വേണ്ടത് മറ്റുള്ളവർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു ബൗളിംഗ് നിരയാണ്. നീ ആരോടെ ഈ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? ചെന്ന് ഭക്ഷണം കഴിക്കുക. അവനില്ലേ ഇവിടെ? അവൻ തന്ന പകുതിയായിട്ടുണ്ട്. അയ്യേ, നല്ല ബെസ്റ്റ് ടീമിന്റെ അടുത്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നു. എന്താ കഴിക്കാനുള്ള? മോൻ ഇഷ്ടമുള്ളതെല്ലാം ഉണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ തിരക്കഥ കർത്താവ് നേരത്തെ എഴുതി കഴിഞ്ഞു. നമ്മളറിയാത്ത ചില രഹസ്യങ്ങളും ട്വിസ്റ്റുകളും ആ കഥയിലുണ്ട്. പ്രാഞ്ചിയുടെ ക്രിക്കറ്റ് ടീമും അത്തരത്തിലുള്ള ഒന്നായിരുന്നു. എന്നെ ക്രിക്കറ്റിലേക്ക് വീണ്ടും അടുപ്പിക്കാനുള്ള ദൈവത്തിന്റെ ട്വിസ്റ്റ്. പ്രാഞ്ചിയടാ? അല്ല, റെഡിയാണ്. ഇരിക്കടാ പ്രാഞ്ചി. നാളെയല്ലേടാ നമ്മുടെ ടീമിന്റെ മാച്ച്? കുണ്ടന്നൂർ ക്ലബ്ബായിട്ട്. കുണ്ടന്നൂർ ക്ലബ് നല്ല ബെസ്റ്റ് പേരല്ലേ? റെഡി, നീ തിരക്കുണ്ടെങ്കിൽ പൊക്കോടാ. എനിക്ക് തിരക്കൊന്നുമില്ല. പിന്നെ മിണ്ടാണ്ടിരിക്കും. ഞാൻ പിള്ളേരുടെ മുമ്പ് കളിക്കടാപ്പാ. നിന്നെ വിളിച്ചുവിട്ടാ ഞാൻ തന്നെ ഉണ്ടല്ലോ. ഒന്ന് പോടാ, നീ ഉറപ്പായിട്ട് നോക്കാം. പോയി മല ചുമക്കട കൊരങ്ങ. കേക്ക്,
ഓ സോറി, ഉന്നയിച്ചാട്ടല്ലോ, ഉന്നയിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ ടീമിന്റെ ഓർഡറിന് ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തും. മണിക്കുട്ടൻ, ജോർജ്, സന്തോഷ് ഇവരൊക്കെ പേസ് ബോളേഴ്സ് അല്ല. ഇറങ്ങുന്നില്ലേ? എന്താ ഇവിടെ? അതെ, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചെലവല്ല ഞങ്ങളുടെ വക. എന്തിനാ രശ്മി വെറുതെ കാശ് കളയുന്നത്? അതൊന്നും സാരമില്ല, നീ വാ. ബേട്ടാ, ആ ഓർഡർ ഒന്നും എടുക്കോ? നിനക്ക് ഈ ഡ്രസ് നന്നായി ചേരുന്നുണ്ട്. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. ഓർഡർ പ്ലീസ്. നീ ഓർഡർ ചെയ്തോ? ഞാനോ? ആ ഓക്കെ. ഓർഡർ പ്ലീസ്. 4 പെപ്സി, ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ പിസ്സ. നിനക്ക് എന്താ വേണ്ടേ? 2 ഹോട്ട് ഡോഗ്സ് എടുത്തോ. അപർണ, നീ പറഞ്ഞത് നിന്റെ അച്ഛൻ ക്രിക്കറ്റ് കോച്ചാണെന്നല്ലേ? അത് ശരിയാണല്ലോ, പിന്നെന്താടി ഇവിടെ? Serve it. अच्छा, ഒന്ന് വിഷ് ചെയ്യണ്ട അച്ഛാ. ദിസ് ഈസ് മൈ ഡാഡ്. എന്റെ അച്ഛനെ ഞാൻ അറിയാത്ത പല കാര്യങ്ങളുണ്ടാവും, പക്ഷെ എനിക്കറിയാം എന്റെ അച്ഛൻ ചെയ്യുന്നതായിരിക്കും എന്നും ശരിയെന്ന്. ആ മാർച്ചില് 3 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഒരിക്കലും ജയിക്കാതിരുന്ന പ്രാഞ്ചിയുടെ വിന്നേഴ്സ് ടീം അന്ന് ജയിച്ചു. രണ്ടാമതുണ്ടായ സംഭവം ഫ്രെഡിയുടെ ഹനുമാന് പ്രമോഷൻ ലഭിച്ചതായിരുന്നു. ശിവനായിട്ടായിരുന്നു പ്രമോഷൻ. പക്ഷെ ഹനുമാനെ പോലെ ശിവൻ ഫ്രെഡി അത്രയ്ക്ക് അങ്ങോട്ട് തുണച്ചില്ല. പിന്നെ അയ്യോ കർത്താവെ, പിന്നെ ഇവിടെ ചേട്ടത് കൊണ്ടേക്കോട്ടെ. ആ ശരിയാ. ഹായ്, ശിവനായിട്ട് ഞാൻ പാർവതി ആയിരിക്കും അല്ലേ? എന്താ സാറമ്മേ? എന്തിനാണ് പാമ്പ്? കർത്താവ് എന്റെ അടുത്തേക്കാണല്ലോ. എന്താണ്? എന്റെ ആരീ പാമ്പിന് ഡയറക്ടർ റിയലിസ്റ്റിക് സിനിമയുടെ ആളാ. എല്ലാത്തിനും ഒറിജിനാലിറ്റി വേണമെന്ന് അങ്ങനെ നിർബന്ധം. പാമ്പിനെ കഴിച്ചില്ല.
ഇനി മൂന്നാമത്തെ കാര്യം, അന്ന് പ്രാഞ്ചി എന്നോട് പറഞ്ഞ ആ വാക്കുകളായിരുന്നു. ചേട്ടായിക്ക് ഞാനൊരു സംഭവം കാണിച്ചിട്ടെ. എന്താടാ? ആക്സിഡന്റിന് മുമ്പ് ചേട്ടായിക്ക് സെലക്ഷൻ കിട്ടിയ ക്രിക്കറ്റ് ടീമിന്റെ ഫോട്ടോ ആണിത്. ആ എടാ, ജോണേട്ടന്റെ അടുത്തുനിന്ന് ബുക്ക് ചെയ്താ. ഇവിടുന്ന് മൂന്നാമത്തെ അടഞ്ഞ ദേ പൊളിച്ചല്ല. അതെ, ചേട്ടായിക്ക് ഇനി കളിക്കാൻ പാടില്ലേ. വിന്നേഴ്സ് കളിച്ച് ജയിച്ചു കിട്ടുന്ന ആശുകൊണ്ട് നമുക്ക് കടമൊക്കെ വീട്ടാന്നേ. ഒരിക്കൽ ആ ക്യാമ്പിന്റെ പടിവാക്ക് വരെ എത്തിയതല്ലേ, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം ചേട്ടായി. എടുക്കണല്ലോ. ആണോ? എന്നാ ഇവിടുത്തെ ഫെഡറേഷനിൽ വിളിച്ചു നോക്കിയാലടാ. ചേട്ടായിയുടെ കയ്യിൽ അവരുടെ നമ്പർ ഉണ്ടോ? ഇവിടുത്തെ നമ്പർ ഉണ്ടോ? ആ ഉണ്ട്. ഞാൻ എടുക്കാം. നീ ഇതില് ബിയില് നോക്കിയടാ, ഏറ്റവും താഴെ കാണും. നീ നമ്പർ പറ, ഞാൻ വിളിക്കാം. ഞാൻ വിളിച്ചോളാം. ഞാൻ വിളിക്കടാ. ഞാൻ വിളിച്ചോളാം. എന്റെ പൊന്നോ, എന്താണ്? ഹലോ ഹലോ ഹലോ, കേരള ബ്ലൈൻഡ് ക്രിക്കറ്റ് ഫെഡറേഷൻ അല്ലേ? അതെ അതെ സാർ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അതൊക്കെ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? ആ ശരി. എന്തായാലും കൊറേ തവണ ചേട്ടായിക്ക് കളിക്കാൻ പറ്റാതെ പോകുന്നു. ആകെ ക്രിക്കറ്റ് കളിക്കാൻ ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു ആ ടീം. ഒടുവിൽ ഇപ്പൊ അതും പോയി. ശരിയാണ് മച്ചനെ. ആഹാ, എന്താണാവോ താമസിച്ചേ? ഈശോപ്പേട്ടോ, ഇവനെ കൊണ്ട് അധികം പണിയെടുപ്പിക്കരുത് കേട്ടോ. അന്തന്മാരുടെ സച്ചിൻ ആ കക്ഷി. അളിയ, നിനക്കിനി ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ. നീ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതാം. ഡിയർ പ്രധാനമന്ത്രി, എങ്ങനെയെങ്കിലും കുറെ കണ്ണുപൊട്ടന്മാരെ ഒപ്പിച്ച് എന്റെ ടീമിനെ ഒന്ന് റെഡിയാക്കി തരണേ എന്ന്. പോയി പണിയെടുക്കടാ. കഴുതകളാ, നീ അത് കാര്യാക്കണ്ട. ചെല്ല്. അല്ല ഈശോട്ടാ, ഈശോട്ടാ, അവൻ പറഞ്ഞാല് കാര്യമുണ്ട് കേട്ടാ. എന്ത്? ഞാൻ ഇന്ന് ലീവാണേ. എടാ രമേശ, എന്താ അത് കൊള്ളടാ. നീ പറഞ്ഞല്ലേ അത് കാര്യമുണ്ടത്. എന്ത് കാര്യം? ആരോട്? ഞാൻ നാളെ വരാം ചേട്ടാ. ഒരുത്തന്നെ ലീവാക്കി ഇപ്പൊ സമാധാനമല്ലോ. അതിന് ഞാൻ വെള്ളെങ്കിലും കൊടുക്ക്. രമേശൻ പറഞ്ഞതുപോലെ ഞാൻ കത്തെഴുതാൻ തുടങ്ങി. പക്ഷെ പ്രധാനമന്ത്രിക്കല്ലായിരുന്നു എന്ന് മാത്രം. എന്താടാ? എന്നിട്ട് പോ, അല്ലെങ്കിൽ നീ എഴുത്. പോടാപ്പാ. പിന്നെ നീ ഇരുന്ന് എഴുതി. അല്ല പിന്നെ വയ്യണ്ടായടാ. ടീമിന്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ എഴുതിയ പല കത്തുകളും ചാനലിന്റെയും പത്രത്തിന്റെയും പടികൾ കടക്കണ്ടോന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഓ, ഹനുമാൻ സ്വാമി കാത്ത് ഇന്ന് ലോട്ടറി എടുത്ത് അടിക്കും. എടാ, നിനക്ക് മ്യാടാണ്. ഇതും കൂടി കൂട്ടി 500ാമത്തെ കത്തനപ്പോ പോസ്റ്റ് ചെയ്തത്. ഇതിനൊക്കെ വല്ല റിപ്ലൈ കിട്ടണം. എടാ, ഇപ്പൊ ഈ റേറ്റിംഗ് റേപ്പിനൊക്കെയാണ്. നീ അങ്ങനെ ട്രൈ ചെയ്യും. ഞാനും വേണേ കൂട്ടത്തിൽ കൂടെ. പിന്നെ ഞാൻ റേപ്പിന് പോണു. കേരള അവിടെ റേപ്പിന്റെ സ്പെല്ലിംഗ് അറിയാൻ റേപ്പ് സ്പെല്ലിംഗ് ഒക്കെ എനിക്കറിയാം. ആ റേപ്പിൽ അല്ലേ? കറക്റ്റാണ്. Now, is the Indian cricket captain Mahendra Singh Dhoni getting married today? അടിപൊളി. എന്താ? ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ത്യൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞത്. നിരന്തരമായി ഞങ്ങളെ തേടിവരുന്ന 500-ൽ പരം കത്തുകളാണ് ഞങ്ങളെ ഈ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചത്.
അധികൃതരുടെ അഴിമതി കുംഭകോണത്തിൽ മുങ്ങിക്കിടന്ന ടീമിന് വേണ്ട എല്ലാ സഹായവും ചെയ്യുമെന്നും ഉടൻ തന്നെ ക്യാമ്പ് തുടങ്ങുമെന്നും സർക്കാരും സ്പോർട്സ് കൌൺസിലും ഉറപ്പു നൽകിയിട്ടുണ്ട്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അഴിമതി അന്വേഷണം ശരിയായ ദിശയിലല്ല. ചായ അടിച്ചു ക്ഷമിക്കടാ, ക്ഷമിക്ക്. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ഇതേ സമയം ശിവനെ വിട്ട് നമ്മുടെ ഫ്രെഡി സിനിമയിൽ കയറി. പക്ഷെ സത്യം പറഞ്ഞ പോസ്റ്ററിലും സിനിമയിലൊന്നും അവനെ കാണാൻ പറ്റിയില്ല. ചൂട് ചൂടേ. ചേട്ടാ ഇവിടെ 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 ചൂടുണ്ടേ. ചൂടാണല്ലോടാ. ഞാൻ സ്റ്റാറായി പോന്ന് നേരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ആ സൂപ്പർ സ്റ്റാർ കണ്ടി എന്റെ എല്ലാ സിനിമ കെട്ടി കളഞ്ഞു. ഞാൻ പന്നിനോട് ഞാൻ ഒരു സിനിമ അഭിനയിക്കൂല. ചേട്ടാ കലങ്ങിയില്ല. എടാ പന്നി നിന്നെ ഞാൻ തോട്ടിലേക്ക് വിടട്ടെ. കുറെ നേരം നീ തുടങ്ങിയിട്ട്. ചേട്ടോ രണ്ട് ബോണ്ട, ഒരെണ്ണം എനിക്കും ഒരെണ്ണം സൂപ്പർ സ്റ്റാറിനും. സൂപ്പർ സ്റ്റാർ ബോണ്ട കഴിക്കോ? പറട്ടെ, നീ നോക്കോ. ഒരു ദിവസം നീ എട്ടിയേട്ടല്ല എന്റെ സീന്റെ കൈയടിക്കും. കുളിസീനായിരിക്കും. കുളിസില്ല കളി. ചേട്ടാ ചായ കുറെ നേരമല്ലത്. ചൂടോടെ കൊടുത്തേക്കിട്ടാ. ഓക്കെ അപ്പൊ ശരി. എന്താ ഇത്? 15 വർഷം മുമ്പാ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീം ഉണ്ടായത്. കളിച്ച പല മത്സരങ്ങളും അവര് ജയിക്കുകയും ചെയ്തു. അഴിമതി മറ്റ് പല കാരണങ്ങൾ കൊണ്ട് തകർന്നുപോയ ടീം ഇപ്പൊ വീണ്ടും കളിക്കാൻ തുടങ്ങാം. പുതിയ കോച്ചിനു വേണ്ടി തെരച്ചിൽ തുടങ്ങിയപ്പോ ജേക്കബ് അങ്കിളാ അച്ഛന്റെ പേര് റെക്കമെൻഡ് ചെയ്തത്. ഇതാ ഓർഡറാ. അപ്പൊ നീ കാര്യം അറിയാൻ സംസാരിക്കണ്ട. സാധാരണ ടീമിനെ കോച്ച് ചെയ്യുന്ന പോലെ അല്ലേത്. കണ്ണ് കാണാത്തവന്മാരെ കളി പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8ന്റെ പണിയാ. അതുകൊണ്ടാണത്. ജീവിതത്തിൽ ഒരാൾ സക്സസ് ആവുന്നതും ഫെയിലിയർ ആവുന്നതും ദൈവമോ വിധിയോ ഒന്നും കൊണ്ടല്ല, അവനവന്റെ തീരുമാനങ്ങളും പ്രവൃത്തിയും കൊണ്ടാണ്. ഇതൊരിക്കൽ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞത്. ഗുഡ് നൈറ്റ്. മോക്ക് അങ്കിളിന് മനസ്സിലായോ? ആ അങ്കിൾ അറിയാം. മോളെ ഞാനും ഇവനും. അതെ, നീ എന്നെ കാണാൻ വേണ്ടി വന്നാണോ? അറിയും പറയും. എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. അങ്കിൾ ഒരു കോഫി എടുക്കട്ടെ? ആയിക്കോട്ടെ മോളെ. എടോ തന്നെ പോലെ എരുമയുടെ ശബ്ദം അല്ലെന്നേ ഉള്ളൂ, തന്റെ അതേ സ്മാർട്ട്നെസ്. നീ ഒന്ന് പോടാവേ. കാപ്പി കുടിച്ചിട്ട് പോയാ പോരെ? അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം. എന്നാ എവിടെ എത്തേണ്ടത്? എവിടെയാന്ന്? ഓഹോ, ഞാൻ പെട്ടെന്ന് മറന്നു. ബാംഗ്ലൂരിൽ അടുത്ത മാസം 15-നാണ് ക്യാമ്പ് തുടങ്ങുന്നത്. ഈ ആഴ്ച തന്നെ ബാംഗ്ലൂർ ഫെഡറേഷനിലെത്തി ടീമിന്റെ കോച്ചാകാൻ സമ്മതാണെന്ന് പറഞ്ഞ് ഒപ്പിട്ടു കൊടുക്കണം. അക്കോമഡേഷൻ ഫുഡും എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അങ്കിൾ കോഫി. താങ്ക് യു മോളെ. പിന്നെ എന്തോ എക്സ്പെൻസിന്റെ കാര്യം പറയുമ്പോ ഒരു കാര്യം പ്രത്യേകം പറയണം. എന്തോന്ന്? എന്നെ കാണാനായിട്ട് ഒരാൾ ഇടക്കിടക്ക് ബാംഗ്ലൂർ വരും. ഞങ്ങൾക്ക് പുറത്തൊക്കെ ഒന്ന് പോണം, ഭക്ഷണം കഴിക്കണം, ചില ഷോപ്പിംഗും ഒക്കെ ഉണ്ടാവും. അല്ലടാ? ഇപ്പോഴല്ലേ മോനെ സീനിന്റെ ക്ലൈമാക്സ് മനസ്സിലായത്. കൊള്ളാം കൊള്ളാം. 7 സ്റ്റേറ്റ്സിൽ നിന്നും കൂടെ 12 കളിക്കാരാണല്ലോ. പിന്നെ ഗോപി, ഈ പേരിലെ ഇന്ത്യയൊന്നും വലിയ കണക്കിലെടുക്കണ്ട. എല്ലാം പാവങ്ങളാ. പെട്രോൾ ബങ്കിൽ ജോലി ചെയ്യുന്നവർ, ഹോട്ടലിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ പലരും. ഇവരെ നേരിക്കണ്ട് കോർഡിനേറ്റ് ചെയ്യുക. ആരോണേ ഇത് വെച്ചോളാ, ഞങ്ങൾ രണ്ടാളുടെയും കൂടിയാ. പ്രിയ സുഹൃത്തുക്കളെ, വാസ്കോ തെരുവിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട ആരോണിനെ ഇന്ത്യൻ ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുത്ത വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ആരോണിന് സ്നേഹോഷ്മളമായ ആശംസകൾ നേരാൻ നിങ്ങളെ ഓരോരുത്തരെയായി ക്ഷണിച്ചോളൂ. ആരോണേ, പൊട്ടിയ ചില്ലന്റെ കണക്ക് നോക്കിയപ്പോ നിനക്ക് എന്താ വാങ്ങിത്തരേണ്ടെന്നായിരുന്നു സംശയം. മോളാ പറഞ്ഞത് വാങ്ങിത്തരാൻ. ചൂസടാ. ഹലോ. ഇല്ല സാർ, ഞങ്ങൾ ഇറങ്ങായിരുന്നു ഇവിടുന്ന്. ഇല്ല ഇപ്പൊ ഇറങ്ങും.
അല്ല സാർ അതിപ്പോ അമ്മച്ചി ഒരു മിനിറ്റ് ഒന്ന് വന്നടാ. നീ വന്നേ. എന്താണ് തൽക്കാലം നീ ഇപ്പൊ പോണ്ട. എന്താ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം? കാഴ്ച പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റാത്തതിലും അമ്മച്ചി മരിച്ചിട്ട് എനിക്ക് ക്യാമ്പിൽ പോകാൻ കഴിയാത്തതിലും ദുഃഖമായിരുന്നു അന്നെനിക്കുണ്ടായത്. കാരണം അന്ന് ജെയിംസ് തമ്മാടന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു കാര്യമാണ്, ഇനി ഒരിക്കലും എനിക്ക് ആ ക്രിക്കറ്റ് ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇനി തീരുമാനിക്കേണ്ടത് നീയാണ്. ആരായിരുന്നു അയാൾ? ഡോക്ടർ ജെയിംസ് തമ്മാടൻ ആളൊരു ചൂടനായിരുന്നെങ്കിലും എന്റെ ജീവിതത്തിലെ വില്ലനൊന്നുമല്ലായിരുന്നു. എന്താ ചെയ്യണ? നിന്റെ കണ്ണിന്റെ പടം വരക്കണാണ്. ഇത് നീയാടേ? ഞാനാ? ഓ, കുറച്ചുകൂടി വിശദമാക്കി കഴിഞ്ഞാൽ നീയായതിൽ നിന്റെ അപ്പന്റെ ഏക ഇൻവെസ്റ്റ്മെന്റ്. ഇതിൽ ഞൊണ്ടികളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, എന്തിന് ഭാവി കമലഹാസൻ വരെയുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് എല്ലാവരെയും കടന്ന് നീയായ ഒരുത്തനുണ്ട്. അതൊരു ചാൻസ് ആടേ, കർത്താവിന്റെ ചാൻസ്. അതുപോലൊരു ചാൻസ് മാത്രമേ ഈ ഓപ്പറേഷനും ഉള്ളൂ. ഈ മരിച്ചാളുടെ കണ്ണു വെച്ച് കഴിഞ്ഞാൽ ഇനി കാഴ്ച തിരിച്ചു വിട്ടിരിക്കും അല്ലേ? ഡേ, ഇപ്പൊ നിന്റെ തലയുടെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഫാനില്ലേ, അതൊരു തലവിട നീ ചിലപ്പോ തട്ടിപ്പോയെന്നും വരും. അതൊരു ചാൻസ് ആണ്. ഇതും ഒരു ചാൻസ് ആണ് ഡേ. സാർ എന്തേ ഡേ? സാർ, ആ ഫാൻ ഇളയിരിക്കുക. എന്നോടത് ശരിയാക്കാൻ താഴെന്ന് പറഞ്ഞിരുന്നു, അതിനാ വന്നത്. ഈ കാഴ്ച കിട്ടിയാലില്ലെങ്കിലും ഒരുപാട് റെസ്റ്റ് ചെയ്യേണ്ടി വരുമോ? തീർച്ചയായും കുറഞ്ഞ 2 മാസമെങ്കിലും റെസ്റ്റ് എടുക്കേണ്ടി വരും. ഡോക്ടർ, ഞാൻ കളി കഴിഞ്ഞു വന്നിട്ട് ചെയ്താ പോരെ? തനിക്കെന്താ കാഴ്ച കിട്ടണമെന്നില്ലേ? ഡോ, ഇത് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കുന്ന സാധനമൊന്നല്ല. ഡോ, താൻ പോയി ഓപ്പറേഷനുള്ള ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്ക്. ഞാൻ പോരാട്ടാ. നിക്കണം, ഞാനും വരാം. എന്റെ ഓപ്പറേഷനിൽ എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നെങ്കിലും ക്യാമ്പിൽ പോവാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഇതേ സമയം എനിക്ക് കണ്ണുകൾ തരാന്ന് പറഞ്ഞ ആ റയർ ബ്ലഡിന്റെ ഉടമയുടെ അവസാനത്തെ ലാപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു അത്ഭുതം, അയാൾക്ക് ക്രിക്കറ്റുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പുള്ളിക്കാരൻ എങ്ങനെയാ മരിച്ചേ? വസ്തു തർക്കത്തിനിടെ മൂത്ത മകൻ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലക്കടിച്ചതാ. ആ രാത്രി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഒരു വട്ടം ചിന്തിച്ചപ്പോഴും 100 വട്ടം ചിന്തിച്ചപ്പോഴും എനിക്ക് മുന്നിൽ ഒരു ശരിയേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രെഡി, എന്താ പടി? 1 ലിറ്റർ പെട്രോളിന് എത്ര രൂപ? അപ്പോ ഓപ്പറേഷൻ കഴിഞ്ഞാ ചിലപ്പോ എന്റെ കാഴ്ച തിരിച്ചു കിട്ടുമായിരിക്കും. പക്ഷെ എന്റെ സ്വപ്നങ്ങൾ തിരിച്ചു കിട്ടില്ലല്ലോ. യു ക്രേസി മാൻ. എടാ, നീയേ ആ ബെഞ്ചിൽ പോയിരിക്കും. ഞാനേ ഓഫീസ് അവിടെ നോക്കിട്ട് ഇവിടെ ഇരുന്നു. നിങ്ങൾ പോലെട്ടാ. ആ കാരണം എടുക്കണേ.
ഇല്ല മച്ചി, ഈ നടക്കുന്നൊക്കെ സ്വപ്നമാണോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാവില് വെള്ളമൂറുന്ന മീൻകറി ഉണ്ടാവുന്നതേ ഒഴിഞ്ഞ ചട്ടീന്ന. അതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉയർന്നു വരുന്നവരോടൊപ്പം ഈ ലോകം. ചെല്ലട. உடம்பெல்லாம் சரியா பாத்துக்கோடா. இது சரிப்பா. காசெல்லாம் இருக்காடா? இருக்குப்பா. இருக்கா? இருக்குப்பா. ஒரு 50 ரூபா கொடுறா, சென்டி பர்ஸ் தாங்க முடியாதா? என்னடா கண்ணா, என்ன பாத்துட்டு நிக்கிற? 50 ரூபா கொடுக்க சொல்லடி. பணம்லாம் இல்ல. சொல்லடி. நான் கொடுக்க மாட்டேன். ரொம்ப கஷ்டமா இருக்குடா. அப்படி ஒன்னும் பேசாத கண்ணா. ओके ठीक है. खाना अच्छे से खाना. നിന്റെ പേരെന്താ? നാം നാം അവിടെ ഇരുത്തിട്ടായി. ശിവ, അരുൺ, ആ ഗോപി സാറേ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ സുഖമായിരുന്നു സാറേ. ഇടയ്ക്ക് ടയറൊന്ന് പഞ്ചറായി, അതാ ലേറ്റ് ആയത്. ഈ ബസ്സുകാരുടെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ. സമയാസമയത്ത് ടയറൊന്നും മാറ്റൂല. ബസ്സിന്റെ ടയറല്ല, എന്റെ ക്രൂസിന്റെ. ക്രൂസ് സ്കൂട്ടറിനെ ഇതിലാണോ ഇത്രയും ദൂരം വന്നത്? കാണാൻ എങ്ങനെയാണെന്നുള്ളു. ഒടുക്കത്തെ മൈലേജാണ്. വെറുതെ സോഡ ഒഴിച്ചാലും ഓടും. സൂപ്പർ വണ്ടിയാണ്. ഇങ്ങനെയുണ്ട്. പനീർ ശെൽവം. நான் தான். ഗണേഷ്. yes. പർമിതർ. हाँ मैं हूँ. യാദവ്. കിരൺ. ബോംബെ എവിടെ? बॉम्बे दादर में. दादर मालूम है? എന്താ പേര്? എന്റെയോ? ആരും. ഓ, മട്ടാഞ്ചേരി. ടീമിലൊരു മലയാളി ഉണ്ടെന്ന് ലിസ്റ്റിൽ കണ്ടിരുന്നു. ഞാൻ ഷുക്കൂർ, ഇവിടുത്തെ ഇൻചാർജാണ്. മട്ടാഞ്ചേരിയിൽ എവിടെ എത്താൻ? ஷுக்கூர், இது ஒண்ணும் மலையாள டீம் இல்ல, இந்தியன் டீம் தான். அவ்வளவு ஒண்ணும் ஃபீல் பண்ணி ஒர்க் அவுட் பண்ண வேணாம். ഓ ശരി. പിന്നെ ഇക്ബാൽ, ഇതാണ് നമ്മുടെ ടീമിന്റെ പുതിയ കളിക്കാരൻ, നയാ ഖിലാഡി. अरे मालूम है अरुण है ना? എങ്ങനെ മനസ്സിലായി? കൊച്ചി പഴയ കൊച്ചി ആകും. ബിലാ പരെ ബിലാ തന്ന. ബിലാൽ. ഓ ബിലാൽ. രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ റെഡിയാവണം. കിടന്നുറങ്ങാതെ കൃത്യസമയത്ത് തന്നെ എത്തിക്കോണം. അതെല്ലാം നാങ്ക എഴുന്നേக்கிறோம், നീങ്ക കറക്റ്റാ എഴുന്നേച്ചാ പോലും. ഇപ്പൊ അങ്ങനെയായോ? ചില നേരങ്ങളിൽ നമ്മൾ വിളിച്ച ദൈവം വിളിയേക്കാറില്ല എന്ന് പറയാറില്ല. അതുതാ ഇവരെ പോലുള്ളവരോട് കൂടെ ദൈവം കളിയും ചിരിയും പറയുന്ന തിരക്കിലായിരിക്കുന്നോണ്ടാ. അയ്യോ, കൊറേ പൊടി ഉണ്ടല്ലോ. മുട്ടടിച്ച് വിട്ടല്ല. എന്താ സ്വപ്നങ്ങളോ? എനിക്കറിയാം, നല്ല സ്വപ്നങ്ങൾ കാണാനാവുന്നത് നിങ്ങൾ നല്ല മനസ്സിലാവർക്കാ. ഞാൻ അമ്മച്ചിനെ ഓർത്താ സാറേ. എന്റെ കൂട്ടുകാരൊന്നും വന്നില്ല? വന്നില്ല അവര്. വണ്ടി എന്നാ മോളുടെ പേര്? മീനാക്ഷി. ആ, നല്ല പേരാ. ഒരു ദിവസം ഇങ്ങോട്ട് വിളിച്ചോണ്ടോ, എന്തെങ്കിലും കാണാലോ. கூட்டிட்டு வர்ற அருண். எனக்கு அவளை பார்க்கணும்னு ரொம்ப ஆசைதான். ஆனா அவளால மட்டும்தானே என்ன பார்க்க முடியும். அருண், நான் இந்த விளையாட்டுக்கு எதுக்கு வந்தே தெரியுமா? என் குழந்தைக்காக தான்.
என்னைக்காவது ஒரு நாள் அவ என்ன நினைச்சு பெருமைப்படணும். ஆனா என்னால் அது முடியுமா இல்லாதன்னு எனக்கு தெரியாதா. എന്താ മുടിയാതെ എന്തായാലും പറ്റും. ഗണേശ, അപ്പുറത്തെ കടയിൽ എവിടെയോ ജിലേബിയോ മുറുക്കോ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ആ ശബ്ദം കേൾക്കാം. ഇല്ല. ഏയ് ശരിക്കും ശ്രദ്ധിക്ക്, കേക്കാം. ഇല്ല ഇല്ല, ട്രൈ ചെയ്താ മതി, ശരിക്കും കേക്കാം. ഇല്ല കേക്കലേ. ഇവിടം കൊണ്ടല്ല, ഇവിടം കൊണ്ട് കേൾക്കാം. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേക്കുது. കേക്കുതാ? അതാ. കാണാൻ എന്ത് ബലിയാടോ വലിക്കുന്നത്? ചെവി പറഞ്ഞു. ചെറുതായിട്ട്. നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അയ്യോ, എന്തിനാ മക്കളെ വെറുതെ കാശ് കളഞ്ഞത്? അതൊന്നും സാരില്ല, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അതല്ല, പൈന്റ് വാങ്ങിയത് ഞാൻ കാശ് കളഞ്ഞത്. വാങ്ങുമ്പോ ഒരു ഫുള്ളെങ്കിലും വാങ്ങിക്കൂടായിരുന്നു. അയ്യോ, അതിനുള്ള പൈസ ഉണ്ടായിരുന്നില്ല. അത് സാരല്ല, അടുത്ത തവണ മതി. കരയല്ലേ പനീറ? പനീറ എന്തിനാ കരയണേ? ഏയ് പനീറ, എന്താ പ്രശ്നം? ഗോപി സാറേ വല്ലാണ്ട് കരയണു, ചോദിച്ചിട്ട് പറയണില്ല. പനീറ എന്താ കാര്യം? എന്താ പ്രശ്നം? പറയും. എന്താ കാര്യം? എടാ സാറ് ചോദിക്കണല്ലേ, പറയൂ. എന്താ കാര്യം എന്താന്ന് പറയും. എടാ നിനക്ക് വിശക്കുണ്ടോ? പിന്നെ കാര്യം എന്താന്ന് പറയും. അപ്പനെ കാണണം. ഇപ്പൊ എങ്ങടാ അപ്പനെ കാണുന്നത്? പനീറേ നാളെ കാലത്തുകൊണ്ട് കാണിച്ചു തരാം. പനീറ നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പനീറ ഇപ്പൊ എങ്ങനെ അപ്പനെ കാണണം? നാളെ കൊണ്ട് കാണിച്ചു. ഓ, തോട്ട കടിച്ച പന്നീന്റെ സൗണ്ട് പോലെ. ഇല്ലടാ. അതെ ഗോപി സാറേ, കണ്ണ് കാണാത്തതിന്റെ പേരിൽ അച്ഛനാണെന്നും പറഞ്ഞ് ഞാൻ കയറി നിന്നാലോ? ഇല്ലടാ പനീർ കരയല്ലേ. നിനക്ക് അപ്പാടെ നമ്പർ അറിയാമോ? അപ്പ ഫോൺ
எடுக்க மாட்டாரு. അല്ല നമുക്കൊന്ന് വിളിച്ചു നോക്കാം പനീറെ. നീ നമ്പർ ഒന്ന് പറ. எடுக்க மாட்டான்னு சொல்றல. നമുക്കൊന്ന് വിളിച്ചു നോക്കാല്ലോ പനീറെ. നീ നമ്പർ പറ. எடுக்க மாட்டாரு. പനീറെ നീ ആ നമ്പർ ഒന്ന് പറയും, ഞാനൊന്ന് വിളിച്ചു നോക്കാം. அப்ப போன் எடுக்க மாட்டாரு. നമ്പർ പറയാൻ വിളിച്ചു നോക്കാന്ന് പറഞ്ഞില്ലേ? നീ കൊടുക്ക്. 39 24 26 22 1. நான் தான் சொன்னேன்ல, அப்பா போன் எடுக்க மாட்டாரு. இது அப்பாவோட போன் தான். चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना. चलते चलते मेरे ये गीत याद रखना, कभी अलविदा ना कहना, कभी अलविदा ना कहना. ഇന്ത്യൻ ടീമിനെ പിരിച്ചുവിടാനൊക്കെ പറഞ്ഞ അതത്ര ഈസിയായി. സച്ചിൻ ജനിച്ച നാട്ടിൽ തന്നെയാ നമ്മുടെ ഓമിയും ജനിച്ചത്. പക്ഷെ അവിടെയുള്ളവർക്ക് ഇപ്പോഴും അവൻ ലോട്ടറിക്കാരൻ ഓമിയ. ടീമിന്റെ കാര്യം അങ്ങനെ തന്നെയാ. ഇവിടെയുള്ള എത്ര പേർക്കറിയാം ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമുള്ള കാര്യം? പൊളിറ്റിക്സ്. ഹേയ്, അതൊന്നും ആയിരുന്നില്ല കാര്യം. ഗോപികൃഷ്ണൻ സാറിനെതിരെ ഫെഡറേഷൻ കണ്ടെത്തിയ കാരണങ്ങളൊക്കെ വെറുതെ ആയിരുന്നു. അവരുടെ ലക്ഷ്യം ടീമായിരുന്നില്ല, ഗോപികൃഷ്ണൻ സാറായിരുന്നു. നീ ഇല്ലി നിൽക്കൊണ്ട മാച്ചിനോ നിനക്കല്ല അതേ സാർ. ആ കഥ തുടങ്ങുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സെലക്ഷൻ മാച്ചിൽ നിന്നാണ്. അന്ന് ഗോപികൃഷ്ണൻ സാറ് സൗത്ത് സോണിന്റെ സെലക്ഷൻ ബോർഡംഗമായിരുന്നു. ಎಷ್ಟು ದುಡ್ಡು ಬೇಕಾದ್ರೆ ನಾನು ಕೊಡ್ತೀನಿ ಸರ್. ನಾ ಮಗೆ ಸಂತೋಷ, ನಾ ಸಂತೋಷ. I can't do anything against the rules, sir. I'm sorry. സാറേ, അവര് മണിയും പവറും കൊണ്ട് കളിക്കുന്നവരാ. നമ്മൾ വല്ലതും കണ്ടില്ലെന്ന് കളിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന കുട്ടികളിൽ 1-2 പേര് നാളെ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കേണ്ടവരാ. ആ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഇവിടെ. ഇന്ന് ഒരാൾക്ക് വേണ്ടി നമ്മൾ കണ്ണടക്കുമ്പോൾ നാളെ നമുക്കെതിരെ തിരിയുന്നത് കോടിക്കണക്കിന് കണ്ണുകളായിരിക്കും. അതാ ഓർക്കേണ്ടത് സർ. അപ്പൊ അങ്ങനെ ചെയ്യും. ആ ജേക്കബ് പറടാ. ഗോപി, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. നമ്മുടെ ശേഖറിന്റെ മകൻ രൺദീപ് ആത്മഹത്യ ചെയ്തു. ക്യാമ്പിൽ സെലക്ഷൻ കിട്ടാത്തതുകൊണ്ടാണെന്നാണ് പറയുന്നത്. നീ തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് ബുദ്ധി.
ഒരു സംഭവത്തോടെ ഗോപികൃഷ്ണൻ സാറിന്റെ ജീവിതത്തിൽ നിന്ന് ക്രിക്കറ്റേ ഇല്ലാണ്ടായി. വെറൂര് നേതാവായിരുന്ന ശേഖർ മന്ത്രിയായി മാറിയപ്പോ കാര്യങ്ങൾ ഗോപികൃഷ്ണൻ സാറിന് വ്യക്തമായിരുന്നു. ഇനി അറിയേണ്ടത് ഞങ്ങൾക്ക് വീണ്ടും കളിക്കാൻ പറ്റുമെന്നാണ്. സാർ ನಮಸ್ಕಾರ ಜೇಕಬ್ ಸರ್, ಚೆನ್ನಾಗಿದ್ಯಾ? ಹೌದಾ? ಸಾರ್ಗೆ ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ, ನಾನೇ ಮರದೇ ಹೋಗಿದೆ. ಬಟ್ ನಾನು ಅವನಿಗೆ ಮಾತಾಡ್ತಾನು ಭಾಷೆ ಸಿಕ್ಕಿಲ್ಲ ಸರ್. ಏನಂತೆ ನಮ್ಮಾಡು ಮಾತ್ರ ಒಕ್ಕ ಭಾಷಾ ರಿವೆಂಜ್. ನನ್ ಮುಂದೆ ಆ ಪೇಪರ್ ದೇವರು ಕೊಟ್ಬಿಡ್ರಿ ಸರ್. ನೀವು ಅದೇ ಗೋಪಿಕೃಷ್ಣ ವ್ಯಕ್ತಿ ಎನಗೂ ದೇವರು ನಾನು ಪ್ರಾರ್ಥನೆ. ನೀವು ನಾಳೆ ತನಕ ಸಮಯ ನೀವು ಮತ್ತು ನಿಮ್ಮ ಕುರುಡ ಗ್ರೂಪ್ ಕೋರಬಾರಬೇಕು, ಗೊತ್ತಾಯ್ತಾ? வேண்டாம், நான் கொடுக்க மாட்டேன் சொல்லிட்டேன். கொடுக்க மாட்டேன், தர மாட்டேன். கையெடுறா, முடியாது, தர மாட்டேன், முடியாது. போய் படுங்க, தர மாட்டேன், முடியாது, கொடுக்க மாட்டேன், தர மாட்டேன், தர மாட்டேன், தர மாட்டேன், தர மாட்டேன், தர மாட்டேன், முடிய. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്ന് ഫെഡറേഷനിൽ നിന്നൊരു കത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ടീം നാളെ എക്സ്കർഷന് പോകണം. हम एक्सकर्शन जा रहे हैं. ये तो खुशी के बात है ना, सीरियस बात थोड़ी है. ஓ அப்படியா? நான் நினைச்சா முன்ன மாதிரி நம்ம டீமை திருப்பி டிஸ்மிஸ் பண்ண போறேன்னு. அப்படி ஏதாவது ஆச்சுன்னா நான் கண்டிப்பா சூசைட் பண்ணிப்பேன். പുറത്ത് പറഞ്ഞ് ഞാൻ അറിഞ്ഞു സാർ. പനീര് പറഞ്ഞത് സാറ് കേട്ടല്ലോ അല്ലേ? ആത്മഹത്യ ചെയ്യുന്നു. അവൻ മാത്രമല്ല സാറേ, പലരുടെ അവസ്ഥ അത് തന്നെയാ. ഇതും കൂടി ഇല്ലെന്ന് പറഞ്ഞാ തകർന്നു പോവും. സാറേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇവൻ പറഞ്ഞത് അതിന്റെ ശരി. ജേക്കബ് സാറിന്റെ കൂട്ടുകാരൻ ആഭ്യന്തരമന്ത്രിയുടെ സഹോദരനാണെന്നല്ലേ പറഞ്ഞത്? അതുവഴി ഇതെല്ലാം ശരിയായാലും. யோ ஷுக்கு, சார் கிட்ட எஸ்கேஷனுக்கு கொடைக்கானல் கூட்டு போக சொல்லு. நான் இது வரைக்கும் கொடைக்கானல் பார்த்ததே இல்ல. അയ്യാ, ബാക്കി എല്ലാ സ്ഥലം കണ്ടു കഴിഞ്ഞല്ലേ? ആ മോനെ, പോയി കിടന്നുറങ്ങ്. പോ. ശരി. ട്രിനിറ്റി, ഫ്ലാറ്റ് നമ്പർ 5C, മാർത്തഹള്ളി, ബാംഗ്ലൂർ. ഏയ്, കമാൺ കമാൺ, മൂവ്. വാ വാ വാ. ഹലോ, കുറച്ച് ലേറ്റ് ആയി അല്ലയോ? കുറച്ച് തിങ്കളാഴ്ച നൊയമ്പിന് മുടക്ക്. എന്തോടെ ഇത് പഞ്ഞിക്കെട്ട് വന്നു? സെക്യൂരിറ്റി, ആരാ പുതിയ താമസക്കാര്? കുഴപ്പക്കാര് വല്ലതും ആണോ? ഹേയ്, ഡീസന്റ് മെമ്പേഴ്സ് അല്ലേ? ആ, ഡീസന്റ് ആയാ മതി. അയ്യ, ഒരു ഡീസന്റുകാരൻ. ഹലോ, എന്തുവാടോ ആ പൈസയിൽ ഇത്ര ബഹളം? അങ്ങനെ അങ്ങോട്ട് ചോദിക്കണ്ടേ സെക്രട്ടറി സാറേ. അവന്മാരെന്ത് ഇതിനു മുമ്പ് സർക്കസിലായിരുന്നു. എടോ, അപ്പുറത്തും ഇപ്പുറത്തുള്ള ഫ്ളാറ്റുകാർ മൊത്തം വിളിച്ച് പരാതി പറയുക. ഫൈസിയില് നമ്മളെ സന്തോഷ് സാറിന്റെ ബന്ധുക്കളാ സാർ. ആരായാലും എന്തുവാ? അവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കുന്നു.
അവന്മാരെ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്ക്. അയ്യോ അത് വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് വരട്ടിയേക്കാം. അല്ലെങ്കിൽ തന്നെ സാറ് സെക്രട്ടറി ആയ ഫ്ലാറ്റിൽ ഇത്രയും ബഹളോ? താൻ കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നു. സാറോ? ഗുഡ് നൈറ്റ്. അപ്പൊ ഗുഡ് നൈറ്റ് സാർ. എന്തുവാടു സാറേ? പിന്നെ സീ കരസു എന്തുവാ? സീ ഡ്രീംസ്. അയ്യടാ മൊണ്ണൻ, വലിയ പഠിപ്പ് വിവരമുണ്ടെന്നാ വെപ്പ്. ഒന്ന് പൊക്കിയെടുത്താ ദേ കിടക്കണ താഴെ ഫ്ലാറ്റ്. അതെ സാറേ, ആ ജേക്കബ് സാറ് പറഞ്ഞിട്ടാ ഞാൻ നിങ്ങൾക്ക് ഫ്ലാറ്റ് തന്നത്. അത് എനിക്കൊരു പണിയാവല്ലേ? അതിനിപ്പോ എന്താ പറ്റി? നിങ്ങളുടെ ഫ്ലാറ്റിൽ ഭയങ്കര ബഹളാന്ന് പറഞ്ഞ സെക്രട്ടറി എന്നോട് ഒടുക്കത്തെ ചൂടില്ല. ബഹളോ? അവിടെ ആരെ ബഹളം വെക്കാനുള്ള? എടാ അവിടെ കുറെ പാവങ്ങളാ താമസിക്കുന്നത്. തന്റെ സെക്രട്ടറിക്ക് ഭ്രാന്താ? അല്ല സാർ, ഞാൻ പറയുന്നത് ഒരുമാതിരി ബാല ട്രൂപ്പ് പോലെ. സെക്യൂരിറ്റി ധർമ്മരാജൻ, സെക്രട്ടറി വിവേകാനന്ദൻ, കണക്ക. அப்பா இன்னும் கொஞ்சம் சாப்பாடு போடுப்பா. ആരാണ്? ആ റെഡി സാറേ. എന്താ പാവങ്ങള്. അതെ, എല്ലാവർക്കും ഉള്ള ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ച് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോളണം. താക്കോലിയ സെക്യൂരിറ്റി തന്നെ ഏൽപ്പിച്ചോളാം. സ്റ്റിക്ക് കൂടെ ഉണ്ട്. നടക്ക. അലമ്പൊന്നും ഉണ്ടാക്കി വെച്ചേക്കരുത്. കണ്ണു തെറ്റി എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അടച്ച് കൂട്ടിയേക്ക. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോ ചിലപ്പോ ഒരു തല കീഴായിട്ട് വെക്കും. ഇനി സച്ചിൻ ഔട്ടായിട്. ഇവൻ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? സച്ചിൻ ഔട്ടായി. സ്ലിപ്പ് ക്യാച്ചാ. ഞാനും ഗോപികൃഷ്ണൻ സാറും പലരും ചെന്ന് കണ്ടിരുന്നു. പലരോടും അപേക്ഷിച്ചു. അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞ ഭാഷ പലതായിരുന്നെങ്കിലും എല്ലാത്തിന്റെ അർത്ഥം ഒന്ന് തന്നെയായിരുന്നു. സോറി, ഐ ആം ഹെൽപ്ലെസ്. ഐ കാൻറ്റ്. നോ. നിങ്ങളെയൊക്കെ നമിക്കണ അണ്ണാ. ഈ കണ്ണില്ലാണ്ട് കളിക്കാന്നൊക്കെ പറഞ്ഞ അതിലൊന്നും വലിയ കാര്യമില്ല ചിമ്പ്രൂട്ടാ. എന്റെ നാട്ടിലെ മണികണ്ഠൻ കണ്ണോട്ടറാ. പറഞ്ഞിട്ടെന്താ കാര്യം? നാല് നല്ല കൊഴുത്ത പിള്ളേരാ. എന്താണ് അന്തന്മാരുടെ കളിയായിട്ട് ഇതിന് ബന്ധം? അന്തന്മാരുടെ കളിയെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞു വന്നേ. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായം നിനക്ക് ആയിട്ടില്ല. പോയാ ഇനിമേ ഉനക്ക് സറക്കില്ല. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ അണ്ണാ. മലയാളിയും തമിഴിനും തമ്മിൽ നൻപർ. തമിഴിലേക്ക് വാഴണമെന്നാൽ മലയാളി വേണം. അതിനാൽ കേരളാവിന് വെള്ളം കിടച്ചാൽ മറ്റും എല്ലാം ഓക്കെ ആയിരുന്നു. അതിനാല് ഞാനും നീയും തമ്മിൽ നൻപർ. எனக்கு இந்த பாட்டு பிடிக்கல. வேற ஏதாவது பாட்டு பாடு. കഴുത്തിലിരുന്ന് പാമ്പ് കേൾക്കുടാ സൗഖ്യമ്മ ഗരുടാ സൗഖ്യം. അங்கே വായ്പ റൈറ്റില് മെതുവാ റൈറ്റ് പോ. സ്ട്രൈറ്റ് പോ. അതെ, ബെൻസിന്റെ പുതിയ മോഡലാ. ലിമിറ്റഡ് എഡിഷനാ. ഒന്നേ ഇറങ്ങിയിട്ടുള്ളൂ. അത് തന്നെ എനിക്കായി കിട്ടിയത്. പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാം ഓട്ടോമാറ്റിക്കാ. ഈ സ്വിച്ച് അമർത്തിയാൽ മതി, ഒരു സാധനം വരും. കാണിച്ചു തരാം. ഡ്രൈവർ മദ്യപിച്ച സ്റ്റാർട്ടാകാത്ത കാറുണ്ടെന്ന് കേട്ടിട്ട് ഇത് കാറ് തന്നെ വാള് വെക്കുന്നത് ആദ്യമായിട്ട് കാണാം.
कमरे में बंद हो സെക്രട്ടറിയായിരിക്കുന്നിടത്തോളം കാലം ഇതൊന്നും ഇവിടെ അനുവദിക്കുകയല്ല. ഒരു ഫ്ലാറ്റിന്റെ സെക്രട്ടറിയുടെ വില എന്താണെന്ന് ഇവന്മാർക്കറിയാവോ? എന്നോടാണ് ഇവരുടെയൊക്കെ കളി. അതൊന്ന് നിൽക്കുന്നതോ നല്ലത്. നിരന്ന് നിൽക്കുന്നുണ്ടിരിക്കും. ഓരോന്നിന്റെ നോട്ടം ഓരോ ദിശയില. കണ്ടാ വലിയ ചിന്തകന്മാരാണെന്ന് തോന്നുന്നു. സെക്യൂരിറ്റി ആയിരുന്നിട്ട് എന്തോ കാര്യം. കരുവാ കരുവാ, അന്ധന്മാരുടെ നേതാവേ വാ. എവന് കാഴ്ചയുണ്ട്. എന്തുകൊണ്ടേ അന്ധന്മാരുടെ മാർച്ച് പാസ്സാണോ? എന്താ എന്താ പ്രശ്നം? മാനം മര്യാദയ്ക്ക് കഴിയുന്ന കുറച്ച് മലയാളികൾ താമസിക്കുന്ന ഫ്ളാറ്റായത്. ഇവിടെ ഇത്ര പന്നത്തരങ്ങളുണ്ടല്ലോ, വെച്ച് പൊറപ്പിക്കില്ല. അല്ല, നിങ്ങൾ പറഞ്ഞു വരുന്ന കാര്യം കാര്യമൊക്കെ ഈ കണ്ണുപൊട്ടന്മാരോട് ചോദിച്ചാൽ മതി. ഈ നിമിഷം എല്ലാരും ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. അതെ, ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പി ചോദിക്കുക. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ പെട്ടുകിടക്കുന്നവരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയാല് ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടയില്ല. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാന്യമായിട്ട് ഇറങ്ങിപ്പോവാം, അല്ലെങ്കിൽ എല്ലാത്തിനും ചവിട്ടി ഇറക്കി വിടും. സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങളിവിടെ ക്രിക്കറ്റ് അയാളെ പറയാൻ അനുവദിക്കൂ. എന്തോ ഇത്ര പറയാൻ? ഇവിടെ ഞാൻ പറയണത് കേട്ടാ മതി. തന്റെ ഉണക്ക ഫ്ലാറ്റ് സെക്രട്ടറി കൂടുതൽ സംസാരിച്ച താന്റെ സ്വഭാവം അറിയും. എനിക്കറിയോട് കയറാനാണെന്ന്. ഒരു 2 ദിവസം, അത് കഴിഞ്ഞ് ഞങ്ങൾ പൊക്കോളാം. അതെ, 2 ദിവസം കൂടെ വേണമെന്ന് എന്താ പറയുന്നു? അതെ, 2 ദിവസം. 3-ാം നാൾ എല്ലാരും ഇവിടെ നിന്ന് കെട്ടിക്കണം കേട്ടോ. 3-ാമത്തെ ദിവസം അവര് പൊക്കോളും. നിങ്ങളൊക്കെ പൊക്ക പോവാൻ പറഞ്ഞപ്പോ கோச், இதான் நமக்குள்ள இருக்க பாசமா? ஹாலிடேன்னு சொல்லி எங்களை இங்க கூட்டிட்டு வந்து ஏமாத்திட்டீங்களே சார். कोच, हम तो क्रिकेट के लिए सब कुछ छोड़कर आए थे. हमसे ऐसे बर्ताव नहीं करना चाहिए. അല്ലോമി, ശരിക്കുണ്ടായത് ഞാൻ പറയാം. யோ போதுயா, மலையாளத்தானும் சேர்ந்து போடுற ஆட்டம் பயங்கரம்டா சாமி. என்ன நினைச்சு வாழ்ந்துகிட்டு இருக்க ஒரு குடும்பம் இருக்கு. எங்களை இப்படி ஏமாத்தும் போது அதை கொஞ்சமாவது நினைச்சு பாத்துக்கலாம். നിങ്ങളൊന്നും ആരും മനഃപൂർവ്വം ചതിച്ചിട്ടില്ല. யோ போதும் பேசாத. டீமும் முடிஞ்சது, உங்க விளையாட்டும் முடிஞ்சது. அரோன், உன்னதான் நம்பி இருந்தேன். ஆனா நீயும் வாங்கடா. இங்க எல்லாம் ஓகே தான். அப்புறமா கூப்பிடுறேன். வச்சிருவா. ഈ ടീം പിരിച്ചുവിട്ടുന്ന ആരും വിഷമിക്കണ്ട. പുതിയ ടീമിന്റെ സെലക്ഷൻ ഒന്നും ഉണ്ടാവും. എല്ലാ പ്രശ്നത്തിന്റെയും കാരണം ഞാനാണല്ലോ. ഞാൻ മറന്നൂടെ അതൊക്കെ തീരും. ഫെഡറേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഫയലിൽ നിന്ന് ഇങ്ങനെ കുറെ പേരുടെ മുഖം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ആ ചിത്രങ്ങൾക്ക് ശബ്ദങ്ങളുണ്ടായി. ആ ശബ്ദങ്ങളിലൂടെ ഒരു സൗഹൃദം ഉണ്ടായി. ഇപ്പോ അതാ പഴയ ഫയലിലെ ചിത്രങ്ങളായിട്ട് തന്നെ മാറുക. ക്രിക്കറ്റിലൂടെ പരിചയപ്പെട്ടവരാ നമ്മൾ. ക്രിക്കറ്റിലൂടെ തന്നെ നമുക്ക് പിരിയാം. கோச், கொஞ்சம் நில்லுங்க கோச். ஏதோ 4 வார்த்தை சொல்லிவிட்டு உங்களுக்கு எங்க மேல இருக்கிற உறவுகளெல்லாம் நீங்க கட் பண்ணலாம் கோச். ஆனா எங்களை பொறுத்த வரைக்கும் இந்த விளையாட்டு எங்க உயிரை விட பெருசு. பிறவியிலேயே பார்வையில்லாம பிறந்தா பரவாயில்ல கோச். ஆனா 35 வருஷம் இந்த உலகத்தை பார்த்துட்டு அப்புறமா பார்வை போயிடுச்சுன்னா ரொம்ப வலிக்கும் கோச்.
ரொம்ப வலிக்கும். பாருங்க கோச், பாருங்க. உயிர் மண்ணுக்கு கொடுக்கறவன் தான் ஒரு சோல்ஜர். ஆனா நான் கொடுத்தது உயிர் இல்ல, என் கண்ணுதான். என் குழந்தை முகம் வாழ்க்கையில இதுவரைக்கும் நான் பார்த்ததில்லை. நான் காப்பாத்தின அந்த குழந்தை முகம் தான் இப்பவும் என் நெஞ்சுக்குள்ள இருக்கு. அது மட்டும்தான் இருக்கு. இப்ப மத்தவங்களை பொறுத்த வரைக்கும் நாம் எல்லாரும் குருடர்கள், ஜஸ்ட் a group of blind men. ஆனா எந்த ஊரு எந்த பாஷைன்னு பார்க்காம நம்ம 11 பேர் மொழியும் ஒன்னா சேரும்போது அவங்களுக்கு ஒன்னே ஒண்ணு மட்டும்தான் தெரியும், இந்தியா. பிரிய போற நம்ம டீமோட சேர்ந்து அழிய போறது தேசத்துக்கு நாம கொடுக்கிற அந்த மரியாதை மட்டும் இல்ல, நம்ம கனவுகளும் தான். நாம தான் டிசைட் பண்ணணும், ஒன்னா சேர்ந்து போராடலாமா இல்ல ഗണേഷ് പറഞ്ഞ വാക്കുകളിലൂടെ ഞങ്ങൾ 11 പേരും വീണ്ടും ഒറ്റ ടീമായി മാറി. പക്ഷെ ഒന്നും നടന്നില്ല. പ്രതിജ്ഞകളും പ്രതീക്ഷകളൊക്കെ വെറും വാക്കുകളിൽ ഒതുങ്ങി. ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോവാൻ സ്റ്റേഷനിൽ ഇവരുടെ റിലേറ്റീവ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. താങ്ക്സ്. ബൈ. ഈ സോബട്ടൻ വേറെ ആളെടുക്കാത്തതുകൊണ്ട് എനിക്കെന്നെ ജോലി തിരിച്ചു കിട്ടി. ബാക്കിയുള്ളവരുടെ കാര്യവും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാ. പിന്നീട് അവരെ ആരെയും ആരോൺ കണ്ടിരുന്നില്ലേ? സമയമുണ്ടോ എന്റെ കൂടെ വരാൻ? അവരിവിടെ ഉണ്ടോ? ആ, ഈ ബഹളത്തിലേക്ക് ചെവി ഉയർത്തണമെങ്കിൽ അവരുടെ 11 ഭാഷകളും 11 ശബ്ദങ്ങളും കേൾക്കാം. ഭൂമി पनीर को कुछ खाने को दो, नहीं तो बाद में वो चिल्लाएगा. यादव
Wish you a happy journey. Thank you, sir. Robbie, my dear, I'm so happy. Happy journey, happy journey. Bye bye, bye. അരുണേ, സാറേ, നിനക്കെന്താ ടെൻഷനുണ്ടോ? ചെറുതായിട്ട്. നീ എല്ലാവരോടും പറയണം. നമ്മുടെ ഈ ടീമിന്റെ വിജയ സ്വപ്നം കണ്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, നാട്ടുകാര്. അതുകൊണ്ട് ഈ കളി നമുക്ക് അവരെ തോൽപ്പിച്ചേ തീരും. സാറേ, അപ്പൊ നമ്മള് തോപ്പിക്കാൻ പോകുന്ന ടീമിനുണ്ടാവില്ലേ സാറേ ഇതുപോലെ കുടുംബങ്ങളും സുഹൃത്തുക്കളൊക്കെ? നമുക്കാരും തോപ്പിക്കാൻ വേണ്ടി കളിക്കണ്ട സാറേ, നമുക്ക് ജയിക്കാൻ വേണ്ടി കളിക്കാം. നിനക്കൊക്കെ കാഴ്ചയിലെ നാരണം പറഞ്ഞത് കാണുന്നതാണ്.